ഗൗരിയേ. ഓ അണ്ണനാ. ഓ ഇതെന്തരാണത്? എന്തരാണത്? തൂക്കണ അന്നിവിടെ കാലെടുത്ത് വെച്ചെന്നെ അന്ന് പോലെ പണി തന്നെ. പണിയത് നടു ഓടിക്കോ? നമ്മളെന്തോ ജോലിയാണ് കേട്ടാ. ഇവിടെ ഏറ്റവും കൂടുതൽ ജോലിയാണ് നീലു ചേച്ചിയാണ്. ഒന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ അവ ഇട്ട് കഷ്ടപ്പെടുത്തന്നല്ലേ. ശരിക്ക് നിലുവിനെ നല്ല കുടുംബം, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല പെരുമാറ്റം എല്ലാം ഉണ്ട്. അതിന് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ പാവം. നീലു ചേച്ചിക്ക് ഇവിടെ എന്തൊന്നും പ്രശ്നം? ഇവിടെ സന്തോഷമായിട്ടല്ലേ ജീവിക്കണം? സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇത്രയും എണ്ണത്തിനെ കൊണ്ട് പോകണ്ടേ, മാച്ചോണ്ട് പോകണേ? എങ്ങനെയാണ് പോണത്? നീലൂര് ജോലികളുണ്ടല്ലേ. എവൻ എന്തിനാണ് ജോലി? എവൻ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുമോ ജോലിക്ക്? അങ്ങടി ഇങ്ങടി അല്ലേ അവൻ നിൽക്കുന്നത്? എവിടെയെങ്കിലും എടുത്ത് ഉറച്ചു നിൽക്കുമോ? ആണുങ്ങളായ ഒരു തൊഴിൽ വേണം. അല്ല അണ്ണൻ എന്താണ് ജോലി? അത് ജോലി കുറേ ജോലിയൊക്കെ പോയി കേട്ടോ. പക്ഷെ സംബന്ധം അറിയാം, ഒരിടത്ത് ഇതുപോലെ ഉറക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവസാനം ദേഷ്യം വന്ന് ഇപ്പോൾ ഒരു ജോലിക്കും പോകണ്ട. എല്ലാം നിർത്തി. പുഷ്പല്ലാതെ ചേച്ചി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് പോണെന്ന് പറ. എൻ്റെ അമ്പോ അവളെ തൊഴണം. ദൈവമാണ് അവള്. സത്യം പറഞ്ഞാലേ ഞാൻ ഇപ്പോൾ ഗൗരിയെ കാണാനാണ് വന്നത്. എന്നെ കാണാനാ? ഓ ശ്രീകുട്ടനും പിള്ളേരും കൂടെ അങ്ങോട്ട് കടയിലോട്ട് പോകണണ്ടല്ലോ, ജംഗ്ഷനിലോട്ട്. പോയി ചേട്ടാ കാര്യം പറ. അതായത് ഗൗരി, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയിരുന്നല്ല പ്രാവച്ചമ്പലത്ത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവള് ചിലവിന് കുറച്ച് പൈസ അയച്ചിരുന്നു. ഈ പൈസ കംപ്ലീറ്റ് തീർന്നുപോയി. അമ്മയ്ക്ക് വയ്യായിരുന്നപ്പോൾ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ മരുന്നും മങ്ങണിയും കുഞ്ഞമ്മയും അവരെ ചിലവും എല്ലാം കൂടെ എൻ്റെ ദൈവത്തിനാണ് കയ്യിൽ നിന്ന് പൈസ കംപ്ലീറ്റ് അവിടെ കടം വാങ്ങിച്ചായി. ഇപ്പോൾ അത് 5 പൈസ കയ്യിലില്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റടയുണ്ട്. ഈ പറ്റട ഒരു 5000 രൂപ കാണും. അതിപ്പോൾ എന്തിനു ചെയ്യുന്ന ആലോചിച്ച് ഞാൻ കുടുങ്ങി നിൽക്കുകയാണ്. സാധനത്തിന്റെ വിലയെ പറ്റി ഗൗരിക്ക് എന്തിനും അറിയാം? സാധനത്തിന്റെ വില? മാങ്ങാ തൊലി അറിയാം. നിങ്ങൾ കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് അങ്ങ് തീക്കല്ലേ പൈസ കംപ്ലീറ്റ്. ചേട്ടൻ എന്തോന്ന് വർത്താനം പറയണം? ആ വർത്താനം ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ ലക്ഷങ്ങളെ കോടികളെ തീക്കുക, അത് അറിയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. അത് എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് അതിൻ്റെ അവകാശമില്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തോ. ഇവിടെ എല്ലാരും പറയും ചേട്ടാ സംസാരിച്ച് കുഴപ്പിച്ച് കളയുന്നു. ഇപ്പം മനസ്സിലായി. സത്യം പറഞ്ഞ് ചുമ്മാ വളവല്ല സംസാരിക്കുന്നുള്ളൂ. ഒരു കാര്യമില്ല. അതെന്തോന്നോട്ടെ അങ്ങനെ? എൻ്റെ പൊന്ന് ഗൗരി, ഞാൻ ചിരിക്കണമെന്നേ ഉള്ളൂ. ഒരു സാധനം വാങ്ങിക്കാൻ നിവൃത്തിയില്ല കേട്ടാ. ഞാൻ പട്ടിണിയുടെ മിക്കവാറും ചാവും. ചേട്ടൻ എന്തിനാട്ടെ ഇങ്ങനെ പറയണം? ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചൂടെ? കുറച്ച് മുന്നേയും കൂടെ ശ്രീയും കേശും ഒക്കെ പറഞ്ഞേ ഉള്ളൂ ചേട്ടൻ ഈ വീടുമായിട്ട് ബന്ധത്തിനെ പറ്റി. അത് നല്ലത് തന്നെ പറഞ്ഞത്. നല്ലത്. അപ്പൊ ഗൗരി എൻ്റെ സാഹചര്യം മനസ്സിലാക്കി എനിക്ക് ഒരു 5000 രൂപ തരണം. പിന്നെ അന്നവിടെ ഒന്നും വേണ്ട. ഈ 5000 രൂപ തരുന്ന കാര്യം ഈ ശ്രീകുട്ടനോ ബാലുവോ പിള്ളേരോ ആരും അറിയരുത്. പിന്നെ ഈ പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തരൂലേ. ഈ തിരിച്ചു തരുന്ന കാര്യവും അവരടുത്ത് പറയണ്ട. ഇനി പറ, ഞാൻ എന്ന് ഗൗരിക്ക് പൈസ തിരിച്ചു തരണം? അതിന് ഞാൻ പൈസ തന്നില്ലല്ലോ. അത് വിട്, എന്ന് തിരിച്ചു തരണമെന്ന് പറ. അത് അടുത്ത മാസം ആര് കൊണ്ട് തന്നിരിക്കുന്നത്? അടുത്ത മാസം ഇനി വേറെ ചിലവുകൾ അടക്കുകയാണ്. അടുത്ത മാസം തരാം. ഗൗരി നമ്പർ പറ. 62373983. ഒരു ഹായ് അടിച്ചിട്ടുണ്ട്. അതിലോട്ട് പൈസ ഞാൻ ഇട്ടുതരാം. ഇപ്പൊ ഇട്. ഇപ്പം വേണോ? പിന്നെ ഇട്. ഇത്തോട്ടെ. നിവൃത്തിയില്ല മക്കളെ. പൊന്നു മക്കളെ, നിന്നെ പോയി വന്നതേ വലിയ സന്തോഷമായിരിക്കും. ഭാഗ്യമായില്ലേ. അയച്ചിട്ടുണ്ടാ? താങ്ക് യു വെരി മച്ച്. പിന്നെ അടുത്ത പ്രാവശ്യം അണ്ണൻ പ്രാവച്ചമ്പലത്ത് പോകുമ്പോഴത്തേക്കും മക്കൾക്ക് നെല്ലിക്ക കൊണ്ടുവരും. എന്ത് നെല്ലിക്കാന്നറിയാമോ? കാട്ടു നെല്ലിക്ക. അടുത്ത മാസം പൈസ നോക്കട്ടെ. റെഡി ആവണമെങ്കിൽ അയക്കാല്ല. ഇവിടെ വെപ്പളം കാണിക്കാതെ. ഇവിടെ അല്ല, അടുത്തടുത്ത് കിടക്കല്ലേ. ഇത് കൊള്ളാം. ഇവിടെ ഉള്ളതിനേക്കാളും ഒക്കെ ഇപ്പം ഇതായിട്ട് വന്നിരിക്കുകയാണല്ലേ. മക്കൾ ധൈര്യമായിട്ടിരി. അണ്ണ ഉണ്ടല്ലേ. പറഞ്ഞു കളയല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല. അറിയാലോ ഇടയ്ക്കിടയ്ക്ക് അടിയും മഴക്കും ആവണത്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട്. പറയുകയില്ല, മിണ്ടണ്ട. കറക്റ്റാണ് വന്നിരിക്കും. അടുത്ത മാസം വരും. പൈസ തരണേ. തരാന്ന് കിടന്ന് പൈസ ചുമ്മാ അലപ്പുമ്പോൾ